يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون بشد القرآن قال الله عز وجل وقد قال سيدنا محمد رسول الله صلى الله عليه وسلم رجب شهر الله الشعبان شهري الرمضان شهر أمتي وعلى أمة محمد صلى الله عليه وسلم سيدنا അതുപോലെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ മാസവും നടത്തി വരാറുള്ള സ്വലാത്ത് മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് തആല ഈ ഒരുമിച്ചുകൂടലിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലായി നമ്മുടെ കുടുംബത്തിലായി വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുആ വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിലേക്ക് ഇതിന്റെ സവാബിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന പൈതലടക്കമുള്ള എല്ലാ ആളുകളിലേക്കും ഇതിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ സ്വർഗീയ ദറജ അല്ലാഹു ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമായ പവിത്രമായ റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ റജബ് മാസത്തിൽ ഒരുപാട് സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്കുള്ള ചേർത്തി പറഞ്ഞിട്ടുണ്ട് ഈ റജബ് മാസത്തെ. അപ്പോൾ ആ റജബ് മാസത്തിന് വല്ലാത്ത മഹത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടത് ഭൗതികമായ ഒരുപാട് ഒരുക്കങ്ങൾ നമ്മുടെ വീട്ടിലാവട്ടെ, മറ്റുള്ള പരിസരങ്ങളിലാവട്ടെ, പള്ളികളിലാവട്ടെ, മദ്രസകളിലാവട്ടെ, അങ്ങനെ തുടങ്ങി ഭൗതികമായ ഒരുക്കങ്ങൾ നമ്മൾ ഓരോരുത്തരും റമദാനിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഭൗതികമായ തയ്യാറെടുപ്പിൽ ഉപരി ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ ശരീഫിനെ നമുക്ക് വേണ്ടതുപോലെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കണമെങ്കിൽ ഇന്ന് റജബിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടതാണ്.
റജബിൽ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പവിത്രമായ റമദാൻ ശരീഫിൽ നമ്മൾ കരുതിയതിനാറ് വളരെ ഉഷാറായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസം ഏകദേശം പകുതിയായി. അപ്പോൾ ഈ റജബ് മാസം പകുതിയായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആത്മീയമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പവിത്രമായ റമദാൻ ശരീഫിനെ തയ്യാറാവാൻ വേണ്ടിയിട്ട് എന്ത് ഒരുക്കമാണ് ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യണം. ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കം നമ്മൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാതെ റജബിൽ തന്നെ പരമാവധി റമദാൻ ശരീഫിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാവണം. റമദാൻ ശരീഫിനെ വരവേൽക്കുന്ന ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ് اللهم بارك لنا في رجب وشعبان. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ എന്ന് നമ്മൾ സദാസമയം നമ്മൾ ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത്, ഒറ്റക്കായി കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, എന്നാൽ വേണ്ട ഏത് സദസ്സിൽ ചെല്ലുന്ന സമയത്തും അല്ലാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് اللهم بارك لنا في رجب وشعبان. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ റമദാൻ ശരീഫിനെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഇന്ന് പോലും സദാ സമയം അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്ത ദുആണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്തിന്റെ പേമാരി തന്റെ അടിമകളിലേക്ക് ഇറക്കപ്പെടുന്ന മാസമാണ് ഈ റജബ് മാസം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിനെ കൊള്ള ചേർത്തി പറഞ്ഞിട്ടുള്ളത് റജബുൻ ശഹറുല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ അത് എന്റെ മാസമാ. അല്ലാഹുവിനെ കൊള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വസ്തുവിന് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത പവിത്രതയുണ്ട് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പവിത്രമായ റജബ് മാസത്തില് നമ്മൾ ഓരോരുത്തരും ആത്മീയമായ തയ്യാറെടുപ്പ് നമ്മൾ തയ്യാറാവേണ്ടതാണ്. എന്തേ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് സ്വഹാബത്തുണ്ടല്ലോ, പവിത്രമായ റമദാൻ ശരീഫിന്റെ 6 മാസം മുന്നേ തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റമദാൻ മാസം ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അങ്ങനെ റമദാൻ ശരീഫ് സ്വഹാബാക്കളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റമദാനും കഴിഞ്ഞ് പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ എന്താണെന്ന് അറിയുമോ? ആ റമദാൻ ശരീഫിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നായിരുന്നു സ്വഹാബത്തൊക്കെ ദുആ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പവിത്രമായ റമദാൻ ശരീഫിന്റെ ആഗമനം കണ്ട് നമ്മൾ സന്തോഷിക്കണം. റമദാന കടന്നു വരാനുള്ളത്, റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണോ, എന്തെല്ലാം തയ്യാറെടുപ്പുകളാണോ നമ്മൾ നടത്തേണ്ടത്, ആ തയ്യാറെടുപ്പുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ ഭൗതികമായ താല്പര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയാൽ എല്ലാ ആളുകളും റമദാനിലൂടെ നല്ലതുപോലെ ആത്മീയമായി കൊണ്ട് ഓരോ ഇബാദത്തുകൾ കഴിച്ചു കൂടുമ്പോ ആ മാസത്തിലും തെറ്റുകളെ കൊണ്ട് നമുക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൽ തന്നെ റമദാനിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തയ്യാറാക്കണം. മഹത്തുക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, റമദാനിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഈ റജബിൽ ചെയ്യണമെങ്കിൽ ഈ റജബ് മാസത്തെ വല്ലാതെ ബഹുമാനിക്കണേ, വല്ലാതെ ആദരിക്കണേ. എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്?
ബികസറത്തി സിയാം, ധാരാളം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ട് സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് ഈ പവിത്രമായ റജബ് മാസത്തിനെ നല്ലതുപോലെ ബഹുമാനിക്കണേ. റജബിനെ ബഹുമാനിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകള് റജബ് മാസത്തെ നല്ലതുപോലെ ബഹുമാനിച്ചിട്ടുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാഹ് ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയുമോ? ഗസ്സാലി ഇമാം പറയുകയാണ്, ഇന്നംറഅതൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? കാനത്ത് ആബിദ, ആ പെണ്ണ് നല്ലൊരു പെണ്ണ, ആബിദത്തായ പെണ്ണ. ആ പെണ്ണ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? റജബ് മാസം കടന്നു വന്നു കഴിഞ്ഞാൽ റജബ് മാസം കടന്നു വന്നാല് ആ പെണ്ണ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? റജബ് മാസത്തിൽ എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് അവൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എത്ര പ്രാവശ്യമാണെന്നറിയുമോ? 11 പ്രാവശ്യം ആ പെണ്ണ് റജബ് മാസം കടന്നു വന്നാൽ ഓരോ ദിവസവും ഇഖ്ലാസ് സൂറത്ത് ഓതാറുണ്ടായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ഓതിയതെന്നറിയുമോ? തഅദീമല്ലഹു, ആ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ടിട്ട്, ആ റജബ് മാസത്തെ ആദരിച്ചുകൊണ്ടിട്ട് ഓരോ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതാറുണ്ടായിരുന്നു. മാത്രമല്ല ആ ഉമ്മ ചെയ്ത മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയുമോ? മറ്റുള്ള മാസങ്ങളിൽ നല്ല ആഡംബരമായ വസ്ത്രങ്ങൾ അവൾ ധരിക്കും. റജബ് കടന്നു വന്നാൽ അവൾ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചതെന്നറിയോ? കരിമ്പടം പോലെ, കമ്പിളിപ്പുതപ്പ് പോലെയുള്ള അങ്ങനത്തെ മാർക്കറ്റിൽ വില കുറഞ്ഞ ഒരു വസ്ത്രമായിരുന്നു റജബ് മാസത്തിൽ ആ സഹോദരി ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ റജബ് മാസത്തിൽ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ആ സഹോദരി പറയുകയാണ്, തന്റെ മകനോടൊരു വസീയത്ത് ആ ഉമ്മ ചെയ്യുകയാണ്. പൊന്നുമോനെ, റജബ് മാസത്തില് ആ ഉമ്മയുണ്ടല്ലോ ഒരു വസീയത്ത് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനെങ്ങാനും ഈ മാസത്തിൽ വിട പറഞ്ഞു പോയാൽ എന്നെ ഈ വസ്ത്രത്തിൽ കഫൻ ചെയ്യണേ. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം റജബ് മാസത്തില് ആ ഉമ്മ രോഗിയാവുകയാ. ആ റജബ് മാസത്തിൽ തന്നെ ആ സഹോദരി ആ ഉമ്മയുണ്ടല്ലോ മരണപ്പെടുകയാ. എന്റെ മകനോട് വസീയത്ത് ചെയ്യണം, മോനെ ഞാനെങ്ങാനും ഈ റജബ് മാസത്തിൽ മരണപ്പെടുകയാണെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഞാൻ ധരിച്ച ഈ കമ്പിളി പോലോട്ട് വില കുറഞ്ഞ ഈ വസ്ത്രം ഉണ്ടല്ലോ, ഈ വസ്ത്രത്തിലെ എന്നെ കഫൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ? തന്റെ മകനുണ്ടല്ലോ ഉമ്മയുടെ വസീയത്ത് നിറവേറ്റിയിട്ടില്ല. നിറവേറ്റാതെ അങ്ങനെ റജബ് മാസത്തിൽ ആ ഉമ്മ ഒരു റജബ് മാസത്തിൽ ആ ഉമ്മയുണ്ടല്ലോ വിട പറഞ്ഞു പോവുകയാണ്. മാത്രമല്ല ഉമ്മയുടെ വസീയത്ത് തന്റെ മകൻ നിറവേറ്റിയില്ല. അങ്ങനെ മാർക്കറ്റിൽ പോയിക്കൊണ്ട് വളരെ മുന്തിയതായ ഒരു കഫൻ തുണിയുണ്ടല്ലോ, ആ കഫൻ തുണിയിൽ തന്റെ ഉമ്മാനെ കഫൻ ചെയ്യുകയാണ്. എന്തിന്റെ പേരില? ജനങ്ങളൊന്ന് കാണട്ടെ, ജനങ്ങളൊന്ന് പ്രശംസിക്കട്ടെ. വില കുറഞ്ഞ ഉമ്മ ധരിച്ച ആ വസ്ത്രത്തിൽ തന്റെ മകനുണ്ടല്ലോ ആ ഉമ്മയുടെ മയ്യത്ത് കഫൻ ചെയ്തില്ല.
പട്ടണത്തിൽ പോയിട്ട് നല്ല മുന്തിയ കഫൻ തുണി വാങ്ങിക്കൊണ്ട് ആ ഉമ്മയെ കഫൻ ചെയ്യുകയാ. അങ്ങനെ ഉമ്മാന്റെ മയ്യത്ത് കഫൻ ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ആ ഉമ്മയുടെ മയ്യത്ത് ജനാസ ഖബറടക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ആ ഉമ്മ വിട പറഞ്ഞതിന്റെ സങ്കടം കാരണത്താൽ തന്റെ മകൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാ. ആ വിഷമത്തിലുണ്ടല്ലോ തന്റെ മകൻ അറിയാതെ കണ്ണ് ചിമ്മിപ്പോയി, ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് പിന്നവും ആ ഉറക്കത്തിൽ തന്റെ ഉമ്മയെ സ്വപ്നം കാണുകയാണ്. തന്റെ ഉമ്മ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമോനെ, നീ എന്റെ വസീയത്ത് നിറവേറ്റിയില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല, നിനക്ക് എന്റെ തൃപ്തിയില്ല എന്ന് തന്റെ ഉമ്മ സ്വപ്നത്തിലൂടെ ആ തന്റെ മകന് പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ മകൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാ. ഉണർന്നു എന്ന് മാത്രമല്ല, തന്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു പോവുകയാണ്. പള്ളിക്കാട്ടിൽ കടന്നു പോയി എന്തിനാണ് പോയെന്നറിയോ? തന്റെ ഉമ്മയുടെ മയ്യത്ത് കഫൻ ചെയ്തുകൊണ്ട് ഖബറടക്കിയിട്ടുണ്ടല്ലോ, ആ മയ്യത്തിനെ പുറത്തെടുത്തുകൊണ്ട് ആ ഉമ്മ ധരിച്ച വസ്ത്രം ഇട്ടുകൊണ്ട് വീണ്ടും മയ്യത്ത് ഖബറടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്റെ മകൻ നല്ല പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് പോയി തന്റെ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ഒരു ചെറിയ വെളിച്ചവുമായി കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് ആ ഉമ്മയുടെ ആ ജനാസയുടെ ആ മയ്യത്തെ ആ ഖബറിന്റെ ചാരത്തി ആ ഖബറിന്റെ ചാരത്തി എത്തി എന്ന് മാത്രമല്ല, മൂടുകല്ല് എടുക്കുകയാ. മണ്ണും മൂടുകല്ലും എല്ലാം എടുത്തു. പക്ഷേ ഉണ്ടല്ലോ, തന്റെ ഉമ്മയുടെ മയ്യത്ത് ആ ഖബറിൽ കാണുന്നില്ല. തന്റെ ഉമ്മാന്റെ ജനാസ ഇന്ന് രാവിലെ മയ്യത്ത് ഖബറടക്കിയതാണ്. പക്ഷെ വെയിരാത്രിയായപ്പോഴേക്കും നിന്റെ ഉമ്മയുടെ മയ്യത്ത് കാണുന്നില്ലല്ലോ. എന്റെ പൊന്നുമോൻ അവിടുന്ന് വല്ലാതെ വിഷമിച്ച് വാവിട്ട് കരയുകയാ. അപ്പോഴാണ് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് അശരീരി എന്നറിയുമോ? നീ മനസ്സിലാക്കണ, ഏതൊരു വ്യക്തിയാണോ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് റജബ് മാസത്തെ ബഹുമാനിച്ച ഒരു വ്യക്തിയെ ഞാനുണ്ടല്ലോ, ഈ ഖബറിലം യുദ്റതു ഫിൽ ഖബരി ഫരീദൻ വഹീദാ, ആ മയ്യിത്തിനെ ഞാൻ ഖബറിൽ ഒറ്റക്കാക്കുകയില്ല എന്നുള്ളൊരു അശരീരി കേൾക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രം എന്താണെന്നറിയുമോ? ആ ഉമ്മ ചെയ്ത ഏറ്റവും ചെറിയ പ്രവർത്തനം എന്ന് പറയുന്നത്, റജബ് മാസം കടന്നു വന്നപ്പോ ആ റജബ് മാസത്തിൽ ഓരോ ദിവസവും എന്നുള്ള സൂറത്ത് ഓതിയതിന്റെ കാരണം കൊണ്ട് ആ ഉമ്മയുടെ ജനാസ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എന്ന് ചരിത്രത്തിന്റെ താളിലൂടെ മറിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുമെങ്കിൽ വളരെ നിസ്സാരമായ കാര്യമാണ് ആ ഉമ്മ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദര, ഈ റജബ് മാസത്തിൽ എന്ത് ചെയ്യാണെങ്കിലും റജബ് മാസത്തെ ബഹുമാനിച്ചു കൊണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ ചെയ്യണേ. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അനീബൂ ഇലാ റബ്ബിക്കും, തന്റെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടങ്ങണേ. വസ്തഗ്ഫിറൂ മിൻ ദുനൂബിക്കും, തന്റെ പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണേ. വജ്തനിബുൽ മഅസിയാ, കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കണേ. ഏത് മാസമാണെന്നറിയുമോ? അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹു
നിഷിദ്ധമാക്കിയ ഈ പവിത്രമായ ഈ റജബ് മാസത്തില് അല്ലാഹുവിലേക്ക് തൗബ ചോദിക്കുക, തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ, ഇസ്തിഗ്ഫാർ ചോദിക്കണേ. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കി എടുക്കേണ്ടതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഈ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണേ? അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങേണ്ട, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണേ. അതേപോലെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമാക്കിയ യുദ്ധം പോലും ഹറാമാക്കിയ ഈ മാസത്തിൽ, പവിത്രമായ ഈ റജബ് മാസത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റി പറഞ്ഞുകൊണ്ട്, എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റി പറഞ്ഞുകൊണ്ട് നല്ലൊരു മുസ്ലിമായി ജീവിച്ച് നല്ല മുസ്ലിമായി മരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ തയ്യാറാവണം. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ മജ്ലിസിനോട് പറഞ്ഞതുപോലെ, പള്ളിയിൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുകയാണെങ്കിലും ഖുർആൻ ഓതട്ടെ, അതേപോലെ മറ്റുള്ള സുഹൃത്തുക്കൾ ചെയ്യട്ടെ, എന്ത് സാധാരണ ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലും ഇത് ഞാൻ റജബിനെ ബഹുമാനിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, നീ കബൂലാക്കണേ എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നല്ല സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് പവിത്രമായ ശഅബാനിനെ വരവേൽക്കണം. അതിനുശേഷം വരുന്ന ഉമ്മത്തിന്റെ മാസമായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളുടെ മാസമായ റമദാൻ ശരീഫിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. റബ്ബ് തആല റമദാനിനെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാൻ വരവേൽക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു മൗത്താകുന്ന അവസ്ഥയിൽപ്പെട്ട അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിവുന്ന പരമാവധി ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. അതേപോലെ ഖുർആൻ പാരായണങ്ങൾ ചെയ്യുക, എല്ലാ ദിവസവും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുക. അതിലുപരി കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി, സുന്നത്ത് നോമ്പ് നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ തയ്യാറാവണം. റബ്ബ് തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇനി തെറ്റിനോടും കുറ്റത്തിനോടും ഒരു അറപ്പും വെറുപ്പും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.